കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. യാത്രകൾ ലഹരിയാക്കിയ ഒരാൾ, പ്രകൃതിയെ സ്നേഹിക്കുന്ന, അതിലെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ പ്രയത്നിക്കുന്ന ഒരാൾ, ആമുഖങ്ങൾക്കപ്പുറം ഇതെല്ലാം ജീവിതം തന്നെയായ ഒരാൾ. വിജേഷ് വള്ളിക്കുന്ന്. പ്രശസ്തനായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, എഴുത്തുകാരെ പിന്തുടർന്ന് ചിത്രങ്ങൾ പകർത്തുന്ന ഫോട്ടോഗ്രാഫർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന വിജേഷ് തന്റെ സർഗാത്മക ജീവിതത്തെപ്പറ്റിയും പരിസ്ഥിതി ബോധവൽക്കരണ ശ്രമങ്ങളെപ്പറ്റിയും സംസാരിക്കുന്നു ഇന്ന് ആർട്ട് കഫേയിൽ. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിജേഷ് വള്ളിക്കുന്ന്. വിജേഷ് വള്ളിക്കുന്ന് എന്ന ഒരു ടാഗ് ലൈൻ, ബൈലൈൻ, പ്രശസ്തങ്ങളായ ഒരുപാട് ചിത്രങ്ങളുടെ ബൈലൈനായിട്ട് കണ്ട് ശീലിച്ചവരാണ് നമ്മൾ. ആനുകാലികങ്ങളുടെ കവർ ചിത്രം എന്ന നിലയിൽ, പ്രശസ്തരുടെ പോർട്രേറ്റുകളായിട്ട്, അതിലുപരി നമ്മുടെ പക്ഷി നിരീക്ഷകരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹയാത്രികൻ, വഴികാട്ടി എന്ന നിലയിൽ, ഇന്ദുചൂടൻ്റെ ബേർഡ്സ് ഓഫ് കേരള ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ വന്ന 100-200ഓളം ചിത്രങ്ങൾ വിജേഷ് എന്ന ബേർഡ് വാച്ചറുടേതാണ്. വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സീരീസുകൾ, പ്രദർശനങ്ങൾ, ഇങ്ങനെ നമ്മുടെ ഒരു സഹജീവികളുമായിട്ടുള്ള സഹവാസം ജീവിതചര്യയാക്കിയ ഒരാളാണ് വിജേഷ് വള്ളിക്കുന്ന്. എങ്ങനെയാണ് വിജേഷിൻ്റെ ഒരു ക്യാമറ ജീവിതം തുടങ്ങുന്നത്? ക്യാമറ ജീവിതം തുടങ്ങുന്ന ആദ്യം ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ്. നമ്മുടെ സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ഫോട്ടോഗ്രാഫി പഠിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 40ാം വാർഷികം ഇപ്പം ഈ മാസം തന്നെ നടത്തുന്നുണ്ട്. അതുപോലെ അവിടുന്ന് ഫോട്ടോഗ്രാഫി പഠനത്തിന് ശേഷമുള്ള യാത്രകളാണ് ശരിക്കും എന്നെ ഈ പക്ഷി നിരീക്ഷണ മേഖലയിലേക്കും പ്രകൃതി നിരീക്ഷണ മേഖലയിലേക്കും എത്തിച്ചത്. ഫോട്ടോഗ്രാഫി പഠനത്തിന് ശേഷം നാട്ടിലെത്തിയപ്പം തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ കഴിഞ്ഞു. യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ, അതുപോലെ നമ്മുടെ നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം, അവരെ കൂടെയായിരുന്നു യാത്രകൾ നടത്തിയിരുന്നത്. സാധാരണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെയൊക്കെ മോഹം സിനിമകളായിരിക്കും, അധികവും സിനിമയായിരിക്കും. പക്ഷെ അന്ന് നമ്മൾ ക്ലാസ് എടുത്തിരുന്ന ഒരു സുരേഷ് സാർ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു. ആ സാറിൻ്റെ ചില വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലൂടെ ഉള്ള ചില ക്ലാസ്സുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ എനിക്ക് ഭയങ്കര അതിനോട് താല്പര്യം തോന്നിയിരുന്നു. പിന്നെ ഈ യാത്രകളും ഇതൊക്കെ നമ്മളെ കൂടുതൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്കും പ്രത്യേകിച്ചും ബേർഡ് ഫോട്ടോഗ്രാഫിയിലേക്കുമായിട്ട് നമ്മളെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ താങ്കളുടെ ഒരു യാത്രാ ജീവിതചര്യയാക്കിയ ഒരാളെന്ന് നമുക്ക് പറയുന്നതിൽ തെറ്റില്ലാത്ത ഒരാളാണ്. താങ്കൾ കുറഞ്ഞ കാലം പത്രപ്രവർത്തകൻ എന്ന നിലയിൽ, ന്യൂസ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ മംഗളം ദിനപത്രത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷെ അതൊഴിച്ചുള്ള സമയം മുഴുവൻ നമ്മളുടെ ഇഷ്ടമായ മേഖലയിൽ, അതായത് പ്രകൃതിയിൽ നടത്തിയ എക്സ്പെഡിഷനുകൾ, അന്വേഷണാത്മക യാത്രകൾ തന്നെയാണ് താങ്കളുടെ ജീവിതം. അത് കുട്ടിക്കാലമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ആ രീതിയിൽ കുട്ടിക്കാലത്ത് നിന്ന് എന്തെങ്കിലും അതിനോട് ചേർത്ത് വെക്കാനുണ്ടോ? ഇപ്പോൾ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടൊക്കെ കടലിൻ്റെ അടുത്താണ്. ഒരു 1.5 കിലോമീറ്ററിലധികം വള്ളിക്കുന്ന് തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കടൽ തീരത്ത് ഇടയ്ക്ക് പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ പോകുന്ന സമയത്തൊക്കെ തന്നെ പക്ഷികളിങ്ങനെ അവിടെ കാണാം. ഈ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് അതിൻ്റെ അടുത്ത പ്രദേശമായതുകൊണ്ടും അന്ന് കടൽ തീരം വളരെ വിശാലമായതുകൊണ്ടൊക്കെ തന്നെ പക്ഷികൾ ധാരാളം തീരത്തുണ്ടാവുമായിരുന്നു. പ്രത്യേകിച്ച് മൈഗ്രേറ്ററി ബേർഡ്സ് ആയിട്ടുള്ള പക്ഷികളൊക്കെ തന്നെ. അപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഈ പക്ഷികളെ കാണും. നമുക്ക് വളരെ കൗതുകം തോന്നുന്ന തരത്തിൽ ചില പക്ഷികളൊക്കെ ഒരു കാലിലൊക്കെ നിൽക്കുന്നത് കാണാം. അങ്ങനെ അപ്പോൾ നമ്മൾ കരുതും, അതിന് കാലില്ലാത്തതാണ്, നമുക്ക് അടുത്തെത്തിയാൽ അടുത്തുനിന്ന് കാണാമെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് കാണാം 2 കാല് താഴ്ത്തി വെച്ചിട്ട് പറന്നു പോകുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കിയിരുന്നു. അന്ന് അറിയില്ലായിരുന്നു ഏത് പക്ഷിയാണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കേരളത്തിലെ പക്ഷികൾ എന്നാണ് ഇന്ത്യയുടെ സാറിൻ്റെ ചില പുസ്തകങ്ങൾ, അതൊക്കെ വായിച്ചതിന് ശേഷമാണ് പക്ഷികളെ പറ്റിയിട്ട് കൂടുതൽ നമുക്ക് അറിയാൻ തുടങ്ങിയത്. ഏറ്റവും വലിയ സന്തോഷം തോന്നിയൊരു കാര്യം, ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് വന്നപ്പോൾ അതിൽ കുറേ ചിത്രങ്ങൾ നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സാഹിത്യ അക്കാദമി തന്നെയാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഈ പക്ഷി നിരീക്ഷകൻ എന്ന നിലയിൽ വരുമ്പോൾ, ബേർഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അന്തർദേശീയ മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ചിത്രം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഇപ്പോൾ ഒരു സ്പീഷീസിനെയും ഒരു പക്ഷിയെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന രീതിയിലാണല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാന രേഖയായിട്ട് ചിത്രമായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ചൊരു എന്തെങ്കിലും രീതിയിലുള്ള ശിക്ഷണോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഓറിയന്റേഷനോ താങ്കൾക്ക് സ്വാഭാവികമായിട്ടും കിട്ടിയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് സംഭവിച്ചത്? നമുക്ക് പക്ഷി നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത് മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്, കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ്. ഈ സംഘടനയിൽ ഒരുപാട് പക്ഷി നിരീക്ഷകരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള പക്ഷി നിരീക്ഷകർ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന
ജീവജാലങ്ങളെ പറ്റിയിട്ടൊക്കെ തന്നെ, തുമ്പികളാണെങ്കിലും പൂമ്പാറ്റകളാണെങ്കിലും ഇതിലൊക്കെ തന്നെ സ്റ്റഡി ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ആറളം വൈൽഡ് ലൈഫ് സെഞ്ചുറി പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പം 25 വർഷത്തോളമായിട്ട് പക്ഷി നിരീക്ഷണം നടത്തുന്നുണ്ട്. ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. വരുന്ന 16-ാം തീയതി മുതൽ ചിത്രശലഭങ്ങളുടെ ദേശാടനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു സർവേ നടക്കുന്നുണ്ട്. അപ്പം ഈ സംഘടനയുടെ എത്തിപ്പെട്ടതോടുകൂടി എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനും ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പഠിക്കാനൊക്കെ കഴിഞ്ഞു. ആ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ഒരുപാട് വ്യക്തികൾ അതിലുണ്ട്. പ്രത്യേകിച്ചും സി ശശികുമാർ സാറ്, അതുപോലെ ജാഫർ പാലോട് സാറ്, പിന്നെ സത്യൻ മേപ്പയൂർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരുടെ കൂടെയൊക്കെയുള്ള സർവേക്ക് പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പം അത് ശരിക്കും അവരായിട്ടുള്ള പരിചയവും ഈ സംഘടനയിലുള്ള പ്രവർത്തനങ്ങളും ശരിക്കും പക്ഷികളെ പറ്റിയിട്ട് നമുക്ക് അറിയാത്ത പക്ഷികളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനും എല്ലാം അറിയുന്നതിനെ പറ്റിയിട്ടും കൂടുതൽ അറിയാനുള്ള വളരെ കൗതുകരമായിട്ടുള്ള കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് താല്പര്യം തോന്നാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ നിരീക്ഷണത്തിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. വിജേഷിന്റെ ഒട്ടനവധി പ്രദർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ താങ്കളുടെ ജന്മദേശമായ വള്ളിക്കുന്നിനോട് ചേർന്നുള്ള കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് തന്നെ താങ്കളുടെ ഒരു പ്രദർശനത്തിന്റെ വിഷയമായിരുന്നു. അതെ അതെ. ഏറ്റവും കൂടുതൽ ഈ പ്രദേശം എനിക്ക് തോന്നുന്നു മൈഗ്രേറ്ററി ബേർഡ്സ് ദേശാടന പക്ഷികൾ എത്തുന്ന ഒരു ഇടല്ലേ അത്? അതെ അതെ. ഇപ്പം കേരളത്തിലെ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിലെ പക്ഷികളും അവിടുത്തെ ജൈവവൈവിധ്യവും ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സിബിഷൻ നടത്തുന്നത് നമ്മുടെ കേരള ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടു കൂടിയാണ്. അവരുടെ ഒരു ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ സാധാരണ നമ്മൾ എക്സിബിഷൻ നടത്തുക പറഞ്ഞാൽ വലിയ ചിലവുള്ളൊരു കാര്യം തന്നെയാണ്. ശരിക്കും ഇത് അക്കാദമിയുടെ സഹകരണം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനുള്ള പ്രിൻറ്റിങ്ങിനുള്ള കോസ്റ്റും 50,000 രൂപയാണ് ഒരു ആൾക്ക് കിട്ടുന്നത്. അതിന് പുറമെ ആർട്ട് ഗാലറിയും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അത് വലിയൊരു സൗകര്യമായിരുന്നു. അത് പല എക്സിബിഷനും പലതരത്തിലുള്ള പക്ഷികളും വൈൽഡ് ലൈഫൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എക്സിബിഷനായിട്ട് ചെയ്യാൻ തോന്നിയത് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് നമ്മളെ നാടിനൊന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹം കൂടി അതിലുണ്ടായിരുന്നു. ഈ പക്ഷി നിരീക്ഷകരുടെയും ഇതുപോലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒക്കെ കൂട്ടായ്മകളിൽ വിജേഷ് പങ്കെടുക്കാറുണ്ടാവും? അതെ അതെ. കേരളത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാരുമായിട്ടുള്ള സഹവാസവും യാത്രകളൊക്കെ പതിവുണ്ടോ? ഉണ്ട്. പലപ്പോഴും കർണാടക, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സർവേക്ക് പോകാറുണ്ട്. ഇപ്പം പിന്നെ സർവേ പക്ഷികളും തുമ്പികളും പൂമ്പാറ്റകളൊക്കെ തന്നെ മാറി ഇപ്പം ഈ തവളകളും പാമ്പുകളും ആയിട്ടുള്ള സന്ദീപ് ദാസ് എന്ന് പറഞ്ഞ ഡോക്ടർ സന്ദീപ് ദാസ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പം പുതിയ തലമുറയിൽ നല്ല അവരുടെ നേതൃത്വത്തിൽ സർവേകൾ നടത്താറുണ്ട്. സന്ദീപ് ദാസ്, രാജ്കുമാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ പാമ്പുകൾ തവളകളെ പറ്റിയിട്ടൊക്കെ ഉള്ള കൂടുതൽ പഠനങ്ങൾ നടത്തുകയും അതിനെ ജനകീയമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സർവേ നടക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. അതിലൊക്കെ തന്നെ പങ്കെടുക്കാൻ കുറേ എണ്ണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഫ്രെയിം ഒരു ആഗ്രഹിക്കുന്ന ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ നമ്മൾ സ്പോട്ട് ചെയ്യുന്ന ഒരു സവിശേഷ സ്വഭാവമുള്ള ഒരു പക്ഷിയുടെ ഒരു നല്ല ഫ്രെയിം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചല്ലേ? അതെ. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പക്ഷിയുടെ പടം എടുക്കാൻ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും. ചിലപ്പം കാത്തിരുന്ന് 1-2 ദിവസം നമ്മൾ അതിനു വേണ്ടി ചിലവഴിച്ചാൽ പോലും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതേസമയത്ത് ചില പക്ഷികൾ നമുക്ക് വളരെ അപൂർവമായിട്ടുള്ള ചില പക്ഷികൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ എത്തിപ്പെടുന്നുണ്ടാവും. ചില സമയത്ത് പക്ഷികളെ കാണാൻ കഴിയും, നമുക്ക് പടം എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം പക്ഷികളുടെ ഫോട്ടോ എടുക്കാൻ തന്നെ വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിലുള്ളൊരു പ്രവർത്തനം നമ്മളിൽ നിന്നും ഉണ്ടായിരിക്കണം. അവർക്ക് തോന്നണം നമ്മൾ ശല്യക്കാരനല്ല എന്നുള്ളൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ പക്ഷികൾ നമുക്ക് വേണ്ടി നിന്ന് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത സമയത്ത് നമുക്ക് പടം കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർ ചെയ്തിട്ട് വേണം നമ്മളുടെ ഓരോ ചലനങ്ങളിലും നമ്മളിടുന്ന വസ്ത്രത്തിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിത്രശലഭങ്ങളുടെയും തുമ്പികളുടെയും ഒരു സീരീസും ഒരു ഡോക്യുമെന്റേഷനും താങ്കൾ വളരെ കാലമായി ചെയ്യുന്നുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് ഈ പക്ഷികളുടെയൊക്കെ ചിത്രങ്ങൾ എടുക്കാൻ വലിയ വലിയ ലെൻസുകൾ ആവശ്യമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ആദ്യം ഫോട്ടോഗ്രാഫി തുടങ്ങിയ സമയത്ത് ഞാൻ ആ ബട്ടർഫ്ലൈസിൽ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അതും നാട്ടിലൊക്കെ കാണുന്ന ബട്ടർഫ്ലൈസിനൊക്കെ എടുക്കുന്നല്ലാതെ കൂടുതൽ ബട്ടർഫ്ലൈസിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അന്നത്തെ നമ്മുടെ കയ്യിലുള്ള ലെൻസിൻ്റെ പരിമിതി വെച്ചിട്ടുള്ള ക്ലോസപ്പ് ലെൻസും മാക്രോ ലെൻസൊക്കെ വെച്ചിട്ട് ബട്ടർഫ്ലൈസും അതുപോലെ ചെറിയ ചെറിയ ജീവികളായിരുന്നു എടുത്തിരുന്നത്. അതിന് ശേഷമാണ് പക്ഷികളിലേക്ക് നമ്മൾ വലിയ ലെൻസുകളൊക്കെ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം മാനുവൽ ലെൻസിലൊക്കെ തന്നെ വലിയ സൂം ലെൻസുകളൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം മേടിച്ച ഒരു 300 mm ലെൻസായിരുന്നു. അപ്പോൾ ആ ലെൻസിലായിരുന്നു ആദ്യം പക്ഷികളുടെയൊക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം കൂടുതൽ വലിയ വലിയ ക്യാമറയിലാണെങ്കിലും ശരി സാങ്കേതിക വിദ്യയിലാണെങ്കിലും ശരി ഒക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള മികച്ച മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും ഈ മേഖലയ്ക്ക് ഭയങ്കര സഹായകരമായിട്ട് തോന്നുന്നുണ്ട്. അതൊരു വലിയ നിക്ഷേപം കൂടി വേണ്ട ഒരു കാര്യം കൂടിയാണ്. ഒരു വലിയ നിക്ഷേപം ആവശ്യമുള്ള ഒരു ഹോബിയാണത്. ശരിക്കും
സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെയുള്ള IT ഫീൽഡിലുള്ള ഒരുപാട് ആളുകൾ. ഒരുപാട് ശമ്പളം കിട്ടുന്ന ജോലിയായിരിക്കും. അതിനുശേഷം അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗമായിട്ട് ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ ബേർഡ് ഫോട്ടോഗ്രാഫി പ്രത്യേകിച്ചും പക്ഷി നിരീക്ഷണമൊക്കെ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് പല മേഖലയിലുള്ള ആളുകൾ ഉണ്ട്. അത് അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ളതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു ഫോട്ടോഗ്രാഫറുടെ കയ്യിലുള്ള ഇതിനേക്കാൾ മികച്ച എക്യുപ്മെൻറ്റ്സ് മുഴുവനും ഉണ്ടായിരിക്കുക അധികം ഇതേപോലെ പ്രൊഫഷണലല്ലാത്ത, അതേസമയത്ത് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട്, വലിയ തോതിലുള്ള ഇഷ്ടം കൊണ്ട് മറ്റു പല മേഖലയിലും എത്തിപ്പെടുന്ന ആളുകൾക്കാണ് കൂടുതൽ ഉപകരണങ്ങളൊക്കെ ഉള്ളത്. ഇതിൽ നിന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണോ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്കും തിരിയാനിടയായത്? ഒരുപാട് നമ്മൾ ഇപ്പോൾ ഒരു സർവേയുടെ ഭാഗമായിട്ടൊരു കാട്ടിൽ പോകുമ്പോൾ, ഒരു ബേർഡ് സർവേക്ക് തന്നെ പോകുമ്പം പക്ഷികളെ മാത്രമല്ല കാണുക. നമ്മളതിൻ്റെ പരിസരത്തുള്ള ഒരുപാട് ചെറിയ ചെറിയ ജീവികൾ, ഈ പൂമ്പാറ്റകളാണെങ്കിലും മറ്റു മൃഗങ്ങൾ, ആനകളാണെങ്കിലും മാനുകളാണെങ്കിലും ഇതിനൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഏത് സമയം കാട്ടിൽ പോകുമ്പോഴും ഈ സമയത്തൊക്കെ തന്നെ നമ്മൾ എടുക്കുന്ന ചിത്രങ്ങളുണ്ടായിരിക്കും. ഇപ്പം പക്ഷിയുടെ ചിത്രം എടുക്കാൻ വേണ്ടി നമ്മൾ കാട്ടിൽ പോവുകയാണെങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് കിട്ടുന്ന മറ്റു പല ജീവികളുടെയും ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. ആ ചിത്രങ്ങൾ നോക്കിയപ്പോഴാണ് നമുക്ക് കൂടുതൽ കളക്ഷൻസ് അതിലും ആ മേഖലയിലും ഉണ്ടെന്നുള്ള തോന്നലാണ് ശരിക്കും ആ രീതിയിലേക്ക് മറ്റുള്ള ജീവികളെയും ചിത്രങ്ങളിലേക്ക് നമ്മൾ എടുക്കാനുള്ള ഒരു ഇഷ്ടം തോന്നാൻ കാരണം അതാണ്. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ റിമോട്ടായിട്ടുള്ള വിദൂര സ്ഥലങ്ങളിലൊക്കെ താമസിക്കേണ്ടി വരും, കുറച്ച് പരിമിത സൗകര്യങ്ങളുടെ അടുത്ത് പോയി നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണല്ലോ ഇതിൻ്റെ ഒരു സ്വഭാവം. ഇപ്പോൾ ഈ സർവേകൾ എന്നൊക്കെ പറയുമ്പോൾ ഉൾക്കാടുകളിലൊക്കെ ധാരാളം സമയം ചെലവഴിക്കണ്ടേ? അതെ. അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന സർവേകളാണ് അധികം. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊന്നും അത്തരം സർവേയിലൂടെ ഉണ്ടാവില്ല. നമുക്ക് താമസിക്കാനും ഇപ്പം ഏറ്റവും റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ പോകാനും ഒക്കെ തന്നെ കഴിയും. കേരളത്തിലെ ഒരുവിധം കാടുകളിലൊക്കെ തന്നെ ഞാൻ സർവേ നടത്തിയിട്ടുണ്ട്, സർവേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിൽ കാണുന്ന പക്ഷികളെ സർവേ ചെയ്യാൻ ഞങ്ങൾ ബോട്ടിൽ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പം കേരളത്തിലെ ഒരുപാട് പക്ഷികളെ കണ്ടെത്തുന്നതിൽ ആ കടൽ സർവേകളൊക്കെ ശരിക്കും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കടലിലെ സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിൽ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പം അവിടെ കാണുന്ന പക്ഷികളെ അവർ ഒരിക്കലും നമ്മുടെ തീരത്തേക്ക് എത്തിപ്പെടാത്ത പക്ഷികളാണ്. ആ പക്ഷികളെ നമുക്ക് അവിടെ കടലിൽ പോയി കഴിഞ്ഞാൽ തന്നെ കാണുള്ളൂ. പലപ്പോഴും മീൻപിടുത്തക്കാരൊക്കെ പറയുന്ന പേരുകളൊക്കെ പല തരത്തിലുള്ള പേരാണെങ്കിൽ പോലും നിരീക്ഷകർ പറയുന്ന പേരുകളുണ്ട്. അവർ മീൻകാക്ക അങ്ങനെയൊക്കെ പറയുന്ന, ശരിക്കും പക്ഷി നിരീക്ഷണം പക്ഷികളെ നോക്കിയിട്ടാണ് പണ്ടൊക്കെ ചില മീനുകളെ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ കഴിയുക. ചില പക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ മീൻ ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇവരെ മത്സ്യബന്ധന ബോട്ടുകളിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി പോയിട്ടാണ് നമ്മൾ ഒരുപാട് പക്ഷികളെ അവിടെ. ഇപ്പം ഒരുപാട് പക്ഷി നിരീക്ഷകർ ഉള്ളത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇപ്പം പക്ഷികളെ തിരിച്ചറിയാനും ഒക്കെ തന്നെ ഒരുപാട്, ഇപ്പോൾ പുതിയൊരു പക്ഷീനെ എടുത്തു കഴിഞ്ഞാലും തന്നെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായകരമാകുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. പിന്നെ ആളുകൾ ഈ മേഖലയിലുള്ളത് കൊണ്ടും ഒക്കെ തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫി ഇല്ലാത്ത സമയത്ത് ബൈനോക്കുലറും ഇത് മാത്രം കൊണ്ട് പക്ഷി നിരീക്ഷണം നടത്തിയിരുന്ന പോലെയല്ല. ഇപ്പം അധികം ആൾക്കാരുടെ കയ്യിലും ക്യാമറയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷീനെ പുതുതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതാണെന്ന് മനസ്സിലാക്കാനും അത് ഏത് സ്ഥലത്തു നിന്ന് എത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ മനസ്സിലാക്കാനൊക്കെ തന്നെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണത്. പ്രശസ്തനായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വിജേഷ് വള്ളിക്കുന്ന് തന്റെ സർഗാത്മക ജീവിതത്തെപ്പറ്റിയും പരിസ്ഥിതി ബോധവൽക്കരണ ശ്രമങ്ങളെപ്പറ്റിയും സംസാരിക്കുന്നത് ആർട്ട് കഫേയിൽ തുടർന്ന് കേൾക്കാം. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.